സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് സഹാബത്തിനെ വിളിച്ചു ഒരു യുദ്ധത്തിന് വേണ്ടി പോകാൻ. മുഅ്തത്തി യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ മുഴുവനും തെരഞ്ഞെടുക്കാം. എല്ലാരെയും തെരഞ്ഞെടുത്തു. യുദ്ധത്തിന് വേണ്ടിയുള്ള സംഘത്തെ തെരഞ്ഞെടുത്തു. 3 ചെറുപ്പക്കാരെ വിളിച്ചു മുന്നിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഒന്നാമത് യുദ്ധം നയിക്കേണ്ട അമീർ നീയാട്ടാ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീ നയിക്കണം. നിനക്കെന്തെങ്കിലും സംഭവിച്ച മൂന്നാമത്തെ സഹാബി, നിങ്ങൾക്കും എന്തെങ്കിലും സംഭവിച്ച സഹാബ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ യുദ്ധം നയിക്കണം. ഈ പറഞ്ഞതിനർത്ഥം ഒന്നാമത് നീ, രണ്ടാമത് നീ, മൂന്നാമത് നീ. മരിക്കൂന്നാ പറഞ്ഞേ. 3 പേരോടും പറഞ്ഞു നിങ്ങൾ മരിക്കൂന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും പറ്റിയ, അതിനർത്ഥം മരിക്കും തന്നെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പോയി റെഡിയാകാൻ പറഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോയി. ആ സമയത്ത് രണ്ടാമത് നിന്ന ചെറുപ്പക്കാരനായിരുന്നു മഹാനായ ജൗഫർ റളിയല്ലാഹു തആല. ചെറുപ്പക്കാരനാണ് ജൗഫർ റളിയല്ലാഹു തആല. ഇങ്ങനെ തുള്ളി ചാടിയിട്ടാ പോണ വീട്ടിലേക്ക്. തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ കാത്തു നിൽക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് കാത്തു നിൽക്കണേ? ഭാര്യ. അങ്ങനെ പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താവ് വരാൻ താമസിച്ച വീടിന്റെ കവാടത്തിൽ തന്നെ നിൽക്കും. ഭർത്താവ് വന്നിട്ടേ സമാധാനമുള്ളൂ. ഇന്നത്തെ പെണ്ണുങ്ങൾ ആരുടെ ഭാര്യപ്പാ? രാത്രി 9 മണിക്ക് വരുന്ന ഭർത്താവ് 9:30 ആയിട്ട് വന്നില്ലെങ്കിൽ വീടിന്റെ കവാടത്തിൽ നിങ്ങളുടെ ആരുടെ ഭാര്യ കാത്തു നിൽക്കുക? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ നിൽക്കാറുണ്ടോ? ഇരിക്കാറുണ്ട് ടിവിയുടെ ഫ്രണ്ടില് എല്ലാം അവിടെ. പക്ഷേ ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്ത് നിന്ന് തുള്ളിച്ചാടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അസ്മാ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ. തന്റെ ഭർത്താവ് തുള്ളിച്ചാടിയിട്ട് വീടിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അസ്മാ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, ജൗഫറേ, ഇത്ര സന്തോഷം എന്തേ ജൗഫറേ? ഭാര്യ ചോദിക്കുകയാണ്, വല്ലാത്ത ഹാപ്പിയിലാണല്ലോ, വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, പെണ്ണേ അസുമാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കിയ സന്തോഷം കൊണ്ടാ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കിയതിന്റെ സന്തോഷമാ. വീടിന്റെ അകത്ത് കയറി ഭക്ഷണം കഴിച്ചു, ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും എടുത്തു. അവസാനം യുദ്ധക്കളത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ പിടിച്ച് ചുംബനം കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവേ, തന്റെ ഭാര്യയോട് പറഞ്ഞു, അസുമാ, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം അസുമാ. അല്ലാഹുവേ പടച്ചവനെ, കാരണം ജൗഫർ തങ്ങൾക്കറിയാം മരിക്കുമെന്നുറപ്പാട്. നബിയാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു, അസുമാ, ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ കാണാ, ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാ. അവിടുന്ന് സലാം പറഞ്ഞിറങ്ങിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ കടന്നു വന്നു. യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി അതാ വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്, രണാങ്കണത്തിൽ പിടഞ്ഞു വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി പറഞ്ഞതല്ലേ, ഓടിച്ചെന്ന് ഇസ്ലാമിന്റെ കൊടിയെടുത്തു. അതാ കൊടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് മുന്നോട്ട് നടക്കുമ്പോ കൈപ്പത്തി വെട്ടിമുറിച്ചു. കൊടി താഴെ വീഴുകയാണ്. ഇടത് കൈ കൊണ്ടതാ താഴെ വീണ കൊടിയുണ്ടല്ലോ, അതാ രണ്ടാമത്തെ കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ചു. മുന്നോട്ട് നടക്കുമ്പോൾ ആ കയ്യും വെട്ടിമുറിക്കുകയാ. കൊടിയങ്ങ് താഴെ വീണു. താഴെ വീണ കൊടി അറ്റുപോയ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. മുന്നോട്ട് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുട്ടിന്റെ ഭാഗം വെച്ച് കൈ അങ്ങ് വെട്ടിമുറിക്കുകയാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പുറകിലിരുന്ന സ്വഹാബിയോട് പറഞ്ഞു, ആ കൊടിയെടുത്തിട്ട് എന്റെ കക്ഷത്തിൽ വെച്ചതാ. ആ
താഴെ കിടക്കുന്ന ഇസ്ലാമിന്റെ കൊടിയെടുത്ത് എന്റെ കക്ഷത്തിൽ വെച്ചതാ സഹാബി വര്യനെടുത്തിട്ട് വെച്ച് കൊടുത്തപ്പോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, സഹാബാ സ്വർഗം വേണോ സഹാബാ, സ്വർഗം വേണോ സഹാബാ, എന്റെ കൂടെ വാ സഹാബാ. മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ നടുവിലേക്ക് കയറി നാലു ഭാഗത്ത് നിന്ന് വളയുകയാണ്. ജൗഫർ തങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുകയാ. ജൗഫർ തങ്ങൾ രണാങ്കണത്തിൽ പിടഞ്ഞു വീണു. അല്ലാഹുവിന്റെ റസൂല് പങ്കെടുക്കാത്ത യുദ്ധമാ. മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂല് പോയില്ല. അവസാനം അല്ലാഹുവേ സുബഹി നമസ്കാരം കഴിഞ്ഞു. മസ്ജിദുൻ നബവിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, സഹാബാ ജൗഫർ പോയി സഹാബാ, എന്റെ ജൗഫർ ഷഹീദായി സഹാബാ. നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി പറയുകയാണ്, ജൗഫർ ഷഹീദായി. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി പറയണമല്ലോ, ജൗഫറിന്റെ ഭാര്യയോടും കുടുംബക്കാരോടും മരണവാർത്ത പറയണമല്ലോ സഹാബാ. നിങ്ങളിൽ ആരാ പോകുന്നത്? ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നതാരാ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഒരു സഹാബി പോലും അനങ്ങുന്നില്ല. മുത്തുനബിയുടെ മുന്നിലിരിക്കുന്ന ഒറ്റ സഹാബി പോലും തയ്യാറായില്ല. റസൂലുള്ളാഹി ചോദിക്കുന്നു, സഹാബത്തെ ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത്? ഒറ്റ സഹാബിയും മിണ്ടുന്നില്ല. മുത്തുനബി ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ, ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ. അസ്മാഇന്റെ മുന്നിൽ പോയിട്ട് ജൗഫർ മരിച്ചെന്ന് പറയാ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ. കാരണം എന്തെന്നറിയോ? ആ പെണ്ണിന് 19 വയസ്സാ പ്രായം. 19 വയസ്സുള്ള ആ പെണ്ണിനോട് നിന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് ഞങ്ങൾ എങ്ങനെ പറയും നബിയേ? പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറയുന്നു, മുത്തുനബിയേ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങള് ആ വീടിന്റെ മുമ്പിൽ നിന്ന് കളിക്കുന്നുണ്ട്. ആ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് നിങ്ങളുടെ വാപ്പ മരിച്ചു പോയടാ എന്ന് ഞങ്ങൾ എങ്ങനെ പറയും നബിയേ? അതിന് ധൈര്യമില്ലാഞ്ഞിട്ടാ. അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആർക്കുമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ എന്തായാലും മരണം പറയണം, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മസ്ജിദുൻ നബവിയുടെ വെളിയിലിറങ്ങി ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ജൗഫർ തങ്ങളുടെ ഭാര്യ ചെയ്തതെന്തെന്നറിയോ? അസ്മാ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണ്, റബ്ബേ യുദ്ധം കഴിഞ്ഞ സ്വഹാബികൾ വന്നു എന്ന് മനസ്സിലാകുമ്പോ, യുദ്ധം കഴിഞ്ഞ സഹാബത്ത് വന്നു എന്ന് മനസ്സിലാകുമ്പോ അല്ലാഹുവേ തന്റെ 3 മക്കളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാ. വാപ്പ വരുമ്പോ കാണാറ് 2 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവിനെ കാണിക്കുന്നതിന് വേണ്ടി സ്വന്തം മക്കളെ കുളിച്ചൊരുപ്പി അല്ലാഹുവേ എയർപോർട്ടിന്റെ കവാടത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നത് പോലെ യുദ്ധം കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ കാണുന്നതിന് വേണ്ടി ഈ എണ്ണയെ തേച്ച് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ 3 മക്കളെ നിരക്കി നിർത്തിയിരിക്കുകയാ. ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അടുക്കളയിൽ നിന്നുണ്ടാക്കുകയാ. അപ്പോഴാണ് മുത്തുനബി വരുന്നത്. മക്കള് വിളിച്ചു പറഞ്ഞു, ഉമ്മാ അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുമ്മാ.
മുത്തുനബി വരുന്നുമ്മ. 3 മക്കളും ഇറങ്ങി ഓടി അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്യുകയാണ്. മുത്തുനബിയുടെ കയ്യിൽ 3 മക്കളും പിടിച്ചു. എന്നിട്ട് സുബ്ഹാനല്ലാഹ് മക്കള് വാപ്പാനെ തിരയുകയാ. എപ്പോഴും മുത്തുനബിയുടെ പുറകിൽ നടന്നു വരുന്ന വാപ്പയുണ്ടോ? 3 മക്കളും വാപ്പാനെ തിരയുന്നത് കണ്ടപ്പോ മുത്തുനബിയുടെ നെഞ്ചങ്ങ് പിടയാൻ തുടങ്ങി. റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അള്ളാന്റെ റസൂൽ 3 മക്കളെയും കെട്ടിപ്പിടിച്ചു. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് അള്ളാന്റെ റസൂൽ കരയാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. കാരണം 3 പിഞ്ചുമക്കളാ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബാ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ. മുത്തുനബി പറയുമ്പോ സഹാബികൾ മുഴുവനും ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ ചുംബിക്കാൻ തുടങ്ങി. എന്റെ ജൗഫർ പോയോ നബിയേ, എന്റെ ജൗഫർ പോയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജൗഫർ ഷഹീദായി, ജൗഫർ ഷഹീദായി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. 19 വയസ്സുകാരി താഴെ വീഴുവോ, നിലവിളിക്കുവോ, എന്ത് ചെയ്യുമെന്ന് കാണാ. എല്ലാ സ്വഹാബികളും ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നിൽക്കുമ്പോ വീടിന്റെ മറയിൽ നിന്നിട്ട് ആ 19 വയസ്സുകാരി ചോദിച്ചതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിഞ്ഞാ മതി, എനിക്കൊന്നറിഞ്ഞാ മതി നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിഞ്ഞാ മതി. എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? 19 വയസ്സുകാരി ചോദിച്ചത് അങ്ങനെയാ. പക്ഷേ ഇന്നത്തെ 18 വയസ്സ് 10ാം ക്ലാസും +1 പഠിക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ, വൈകുന്നേരം വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോ വാപ്പാനോട് പറയുന്ന, ഉപ്പാ എനിക്കൊരു ചെറുപ്പക്കാരന് ഇഷ്ടമാണ്, എനിക്കവനെ വിവാഹം കഴിച്ചു തരണം. വാപ്പ ചോദിക്കുന്നു, മോളെ അവൻ മുസ്ലിം പോലുമല്ലല്ലോ, അവൻ നമ്മുടെ മതമല്ലല്ലോ മോളെ, എങ്ങനെയാ ഉപ്പ കെട്ടിച്ചു കൊടുക്കുന്നത്? ആ സമയത്ത് പൊന്നുമോള് പറയുന്ന, ഉപ്പാ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നാണം കെടുത്തിയിട്ട് ഇറങ്ങിപ്പോകും പാപ്പാ. ഇന്നത്തെ 15ഉം 16ഉം 17ഉം വയസ്സുള്ളവള് പറയുമ്പോ അന്നത്തെ 19 വയസ്സുകാരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ? മുത്തുനബി പോലും അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ പോലും ചോദിച്ചു, അസ്മാ, ചോദിക്കാനുള്ള കാരണം എന്തേ അസ്മാ? ചോദിക്കാനുള്ള കാരണം എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, ഒരു ദിവസം എന്റെ മടിയിൽ കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്ത് കിടക്കുമ്പോ ഭർത്താവിന്റെ ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അസ്മാ, എനിക്കൊരു വലിയ മോഹമുണ്ട്, നീ ദുആ ചെയ്യുവോ? എനിക്ക് വലിയ ഒരു മോഹമുണ്ട്, നീ ദുആ ചെയ്യുവോ? അസ്മാ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ ജൗഫറേ, എന്തേ നിങ്ങളുടെ മോഹം എന്തേ? പെണ്ണെ, മരിക്കുമ്പോ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്ന നോമ്പ് എനിക്ക് തുറക്കണം, നീ എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുവോ? അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെ മടിയിൽ കിടത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്തു. എന്റെ ഭർത്താവിന്റെ ആഗ്രഹമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, നബിയേ, 76 വെട്ടുകൊണ്ടിട്ട് ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി കയ്യും കാലും വെട്ടിമുറിച്ചിട്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവേ, ഒരു സ്വഹാബി വെള്ളവുമായിട്ട് കിടന്നു ചെന്നു. വായിലേക്ക് വെള്ളമൊഴിക്കാൻ പോകുമ്പോ അവിടുന്ന്
എന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് സുന്നത്ത് നോമ്പാ, എനിക്കിന്ന് നോമ്പാ, എന്റെ നോമ്പ് മുറിപ്പിക്കല്ലേ, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, ഇവിടെ കിടന്ന് തൊണ്ട പറ്റി വരണ്ടിട്ട് എനിക്ക് മരിക്കണം, എന്നിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയിരുന്ന് നോമ്പ് തുറക്കണം, എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് അല്ലാഹു തന്ന അവസരമാ, അതുകൊണ്ട് എനിക്ക് വെള്ളം തരല്ലേ, എനിക്ക് വെള്ളം തരല്ലേ, എന്റെ നോമ്പ് മുറിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിൽ കിടന്ന് കരയുകയാ. അവസാനം അങ്ങനെ കിടന്നാണ് ഷഹീദാകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അസ്മാ റഅയ്തു ജഅഫറ മലക്കൈനി യതീറു മഅൽ മലായിക, നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ പറക്കുന്നത് ഞാൻ കണ്ടു സുമാ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് പ്രായം ചെന്നില്ലേ, മുടി നരച്ചില്ലേ, മരണത്തിന്റെ അടയാളങ്ങൾ വന്നില്ലേ, ഒരുപാട് രോഗങ്ങളില്ലേ വാപ്പാ, ഇന്ന് വരെ ഏതെങ്കിലും ഒരു രാത്രി നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ പെണ്ണ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ? എന്തേ ദുആ ചെയ്യേണ്ടത്? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഈമാനോടുകൂടി മരിക്കണം, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം, എനിക്ക് വെള്ളിയാഴ്ച രാവിലെ മരിക്കണം, എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ് പെണ്ണ്. ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ വാപ്പാ? ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ലോ. ക്യാൻസർ വന്നാൽ മാത്രമേ മരിക്കൂ എന്ന് കരുതരുത്, കിഡ്നി തകർന്നാലേ മരിക്കുമെന്ന് കരുതരുത്. മരിക്കാനൊരു രോഗവും വേണ്ട, മരിക്കാനൊരു അസുഖവും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, തുഅമ്മിലു ഫിദ്ദുനിയാ طويلا ولا تدري إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علتي وكم من مريض عاش دهرا على دهري. നിന്റെ ജീവിതം കണ്ടാൽ ഒരിക്കലും മരിക്കാത്തവനെ പോലെയല്ലേ. എങ്ങനെ കവി ചോദിക്കുകയാ, രാവിലെ ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയടാ? രാവിലെ ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ? രാത്രി ഭർത്താവിന്റെ കൂടെ വാപ്പയുടെ കൂടെ കിടന്നുറങ്ങാ കിടപ്പറയിൽ കേറിയ നിന്റെ ഉമ്മ എവിടെ? പള്ളിക്കാട്ടിലല്ലേ മോനെ? നീയല്ലേ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുപോയി കുടിച്ചിട്ടത്? കവി ചോദിക്കുകയാണ്, രാവിലെ എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല, രാത്രി കിടന്നവൻ രാവിലെ എഴുന്നേക്കുന്നില്ല. പടച്ചവനെ, ഒരു രോഗവുമില്ലാത്തവർ വീണ് വീണ് മരിച്ചു പോകുന്ന കാഴ്ച കണ്ടവരല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ പറയുന്നത്? ഈ പരിസരത്ത് എവിടെയല്ലോ പരിശുദ്ധമായ റമളാൻ മാസത്തില് അല്ലാഹുവേ റമളാൻ കടന്നു വന്നപ്പോ അല്ലാഹുവേ ഒരു പള്ളിയുടെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, പള്ളി കഴുകാൻ കയറിയ സഹോദരൻ ഇവിടത്തെ പള്ളിക്കകത്ത് വീണത് പോയത് മറന്നുപോയോ സഹോദരാ? എന്ത് രോഗമുണ്ടായിട്ടാ മോനെ? മറക്കാൻ കഴിയോ നിങ്ങൾക്കൊക്കെ? ഈ അടുത്ത് ചങ്ങനാശ്ശേരിയിൽ പടച്ചവനെ 19 വയസ്സുള്ള ചെറുപ്പക്കാര് വാപ്പ അതാ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോയതേ ഉള്ളൂ. വൈകുന്നേരം കൂട്ടുകാരുടെ കൂടെ പോയിട്ട് അവസാനം 19 വയസ്സുള്ള ചെറുപ്പക്കാരന് പാതിരാത്രി വന്ന് കിടന്നതാ. സുബഹിക്ക് എഴുന്നേറ്റില്ലടാ പൊന്നുപോരെ. ക്യാൻസർ പിടിച്ചിട്ടല്ല മരിച്ചത്, ട്യൂമർ വന്നിട്ടല്ല മരിച്ചത്, കിഡ്നി തകർന്നിട്ടല്ല മരിച്ചത് മോനെ. കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നുമില്ലായിരുന്നടാ. ഇത്രേ ഉള്ളടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഇടയ്ക്കിടയ്ക്ക് മരണത്തെ കുറിച്ചൊന്ന് ഓർക്ക്, എന്നിട്ട് നന്നാകാനുള്ള ആഗ്രഹമുണ്ടാക്കുക. നന്നാകണ്ടേ വാപ്പാ? ഒരുപാട് കാലം കൊണ്ടിങ്ങനെ നടക്കുകയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള
പ്രിയമുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും പറയാറുള്ളത്, എപ്പ എവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, അസ്റായീൽ വിളിച്ചാ പോകണ്ടേ, വരില്ല എന്ന് പറഞ്ഞു വാശി പിടിക്കാൻ പറ്റുമോ? കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ, കൊണ്ടുപോകുമെന്ന് പറഞ്ഞാ കൊണ്ടുപോകുമല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. അല്ലയാ പറഞ്ഞത്, മരണത്തിനൊരു വേദനയുണ്ട് മോനെ. പ്രസവ വേദനയൊന്നും മരണവേദനയല്ല ഉമ്മാ. നീ പ്രസവിക്കുമ്പോ പിടിച്ചത് ഒരു ഡോക്ടറും 2 നേഴ്സും. അല്ലാഹുവേ, റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം 3 മരിക്കുന്ന സമയത്ത്, റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കുന്ന മലക്കിന്റെ എണ്ണം 70 മുതൽ 70,000 വരെയാ. 70,000 മലക്കുകള് നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് അവരടുത്ത് വന്ന് നിന്നിട്ട് പറയും, വിളിച്ചോ, കൊണ്ടുപോകാമെന്നതാ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്ക് പറയും, വിളിച്ചോ, കൊണ്ടുപോകാമെന്നതാടി നിന്നെ. അല്ലാഹുവേ, കാലിന്റെ വിരല് മുതൽ പിടിച്ചു പിടിച്ച് ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് സുബ്ഹാനല്ലാഹ് അസ്റായീൽ പിടിച്ചെടുത്തപ്പോഴാ പലരും കിടന്ന് മൂത്രമൊഴിച്ചു പോയത്. ആ വേദന സഹിക്കാൻ കഴിയാതെയാണ് പലരും കിടപ്പിൽ കിടന്ന് കാഷ്ടിച്ചത്. മൃഗങ്ങൾ വിളിക്കുന്നത് പോലെ അല്ലാഹുവേ, പലരും മരിക്കുന്ന സമയത്ത് കടന്ന് നിലവിളിച്ചത് വേദന കൊണ്ടാ മോളെ. അല്ലാഹുവേ, മുഖമൊക്കെ കറുത്തുപോയില്ലേ മോളെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. പ്രത്യേകിച്ച് എന്റെ ഉമ്മമാര് സൂക്ഷിച്ചോ. കാരണം നീ എപ്പോഴും പറയും, സിറാജ് ഉസ്താദേ, പ്രസവത്തിന് മരണവേദനയാ. നീ ആ വേദനയെ കുറിച്ച് എത്ര പറഞ്ഞാലും ലോകത്തൊരാണിനും അത് തിരിയൂല. കാരണം ഞങ്ങളാരും അത് അനുഭവിച്ചിട്ടില്ല. പക്ഷേ അനുഭവിച്ച നീ എന്തേ ഉമ്മ നന്നാകാത്തത്? ഏറ്റവും വിഷമം അതാണ്. കൊണ്ടിട്ടും നീ പഠിക്കുന്നില്ലല്ലോ. ആ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനേക്കാളും 100 ഇരട്ടി വേദനയുള്ള ഒരു വേദന നിനക്ക് വരാനുണ്ട്. അത് മരണവേദനയാണുമ്മാ. അതുകൊണ്ട് എല്ലാ മോശ സ്വഭാവങ്ങളും ഒഴിവാക്കിയിട്ട്, പ്രായം കുറേയായി, ഇനിയെങ്കിലും എല്ലാം ഒന്ന് നിർത്തിയിട്ട് നന്നാകും ഉമ്മമാരെ. എന്റെ ഉപ്പമാരോട് പറയുകയാ, 40 വയസ്സ് കഴിഞ്ഞില്ലേ വാപ്പാ, 40 വയസ്സ് നിനക്ക് കഴിഞ്ഞില്ലേ? മരണത്തിന്റെ 3 അടയാളവും നിനക്ക് വന്നില്ലേ? മരണത്തിന്റെ 3 അടയാളവും നിനക്ക് വന്നില്ലേ വാപ്പാ? 40 വയസ്സെത്തിയിട്ടും നിനക്ക് പക്വത എത്തിയില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാരാ? 39 വയസ്സുകാരൻ ചെയ്യുന്ന തെറ്റിന് ഒരു ശിക്ഷ, 40കാരൻ ചെയ്താൽ ഇരട്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് ഇരട്ടിയാ വാപ്പാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, 40 വയസ്സ് കഴിഞ്ഞവരോട് എനിക്ക് പറയാറുള്ളത്, ഇനിയെങ്കിലും ഒന്നൊതുങ്ങ്, ഇനിയെങ്കിലും ഒന്ന് നന്നാക്, ഇനിയെങ്കിലും അല്ലാഹുവേ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയോടെ സ്വന്തം കാര്യം നോക്കിയിട്ട് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്ക്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, 50 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത തെറ്റ് 20 വയസ്സിന്റെ ഇടയിൽ നീ ചെയ്തടാ പെങ്ങളെ. നിന്റെ ഉമ്മ 40 40 45 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപങ്ങൾ 18 വയസ്സിന് മുമ്പേ നീ ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് സുഖിച്ചില്ലേ, ഒരുപാട് ആസ്വദിച്ചില്ലേ?
ആരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് നീ കരുതരുത്, നിന്റെ ബുദ്ധി കൊണ്ടാണെന്ന് കരുതരുത്. അല്ലാഹ് നിന്നോട് കാണിച്ചിരിക്കുന്ന കാരുണ്യമാ. അതുകൊണ്ട് നന്നായിക്കോ. ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് നന്നാക്. മരണത്തിന് വേണ്ടി ഒരുങ്ങ്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ എന്തെങ്കിലും കരുതി വെക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജൗഫർ റളിയല്ലാഹു തആല അൻഹു മലക്കുകളുടെ കൂടെ പറന്നാണ് സ്വർഗ്ഗത്തിൽ പോയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മലക്കുകൾ സ്നേഹിക്കുന്ന നാലാമത്തെ വിഭാഗമാരാ? തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. സുന്നത്ത് നോമ്പ് മുടങ്ങാതെ പിടിക്കുന്നവരെ, നോമ്പ് പിടിക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ. നോമ്പ് പിടിക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ. നോമ്പുകാരായി മരിച്ച എന്തൊരു ഭാഗ്യമാണെന്നറിയോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഈമാനോടുകൂടി വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.